ഒരു സൂത്രം ചെയ്യുന്നുണ്ട്. ഞാൻ ആരും ഇല്ലല്ലോ ഓർത്തിങ്ങനെ എടുക്കുമായിരുന്നു. ഇത് സ്ക്രബ്. മുഖത്ത് ചെളിയൊക്കെ ഉണ്ടെങ്കിൽ ഇത് ഉറച്ചു കഴിയുമ്പോ പൊക്കോളും. ഇതാണ് കേട്ടോ അതിന്റെ ഡപ്പി. ഞാനും അപ്പൊ ഒന്ന് ട്രൈ ചെയ്യാം. അയാളെ മോഹമൊക്കെ കഴിയും. നമുക്കൊന്ന് കാണാം. നമുക്ക് നെക്സ്റ്റ് കാണാം. ഇയാൾ എപ്പോഴും പറയും ഇയാളുടെ നാച്ചുറൽ ബ്യൂട്ടിയാണ്. ഇപ്പഴാണ് നാച്ചുറൽ ബ്യൂട്ടി ക്രീം ഞാൻ കണ്ടുപിടിക്കുന്നത്. ഇനിയില്ലേ മോനെ, ഇത് അപ്ലൈ ചെയ്യണം. ഇത് ശകല ഈ ഒതുങ്ങണടെ ഇനിയില്ലേ നമ്മളത് തേച്ച് സ്ക്രബ് തേച്ച് ചെടിയെല്ലാം പോയി. ഇപ്പൊ നോക്കിക്കേ വെളുത്തോണം. വെറുതെ അല്ല, ഇയാളുടെ ജന്മനാള സൗന്ദര്യം അല്ല, ഇതാണ് സൗന്ദര്യത്തിന്റെ ക്രീമുകൾ. ഇയാളുടെ മുടിയുടെ രഹസ്യമായ ഷാമ്പു. ഇച്ചിരി ഞാൻ ഇതൊന്ന് അപ്ലൈ ചെയ്ത് നോക്കട്ടെ. മുഖം ഇച്ചിരി നീർന്നൊക്കെ ഉണ്ട്. ഇതിന് പോലും തന്റെ കൈക്ക് വരെ ഇഷ്ടമില്ലെന്ന് തോന്നുന്നു. ഇത് മെയ്ഡ് ഇൻ USA. ഓക്കേ, എന്നാ ഞാൻ USA ആണെങ്കിൽ ഞാൻ ഇവിടുത്തെ വെച്ചോട്ടെ. നല്ല പഞ്ഞി പോലെ ഇരിക്കുന്നത്. എന്റെ കാളെ തൊട്ട് നോക്കിയടേ. അല്ലേ ഞാൻ ആദ്യമായിട്ടാണ് ഇത് കൂടെ തേക്കുന്നത്. സ്ഥിരം ഇവിടെ വീട്ടിൽ ഞാൻ കാണാറുണ്ട്. ആദ്യമായിട്ട് തേക്കുന്നത് ഇങ്ങനെ തേച്ച് വെച്ചാൽ മതിയോളൂ. നല്ല മണമുണ്ട്, എനിക്ക് ഇഷ്ടപ്പെട്ടു. അയ്യോ, ഇയാൾക്ക് മാർച്ചെന്ന് കേൾക്കുമ്പോ ഭയങ്കര പേടിയാ. ഒരു വയസ്സങ്ങോട്ട് കൂടുതലോ നോക്കുമ്പോ. അയ്യോ ശകലൊക്കെ ഞാൻ എന്റെ നോക്കട്ടെ. ശകലം തെച്ചോ ആവശ്യം വരും. കൊള്ളാം, പഞ്ഞിയായി. നമുക്ക് തൊടുമ്പം തന്നെ നല്ല രസമുണ്ട്. ഇങ്ങനെ കവളെ പിടിക്കുമ്പോ നല്ല സോഫ്റ്റ്. ആ സ്ക്രബ് വെച്ച് തേച്ച് കഴിയുമ്പോ പകുതി ചെളിയൊക്കെ പോയപ്പോഴത്തേനെ മുഖത്ത് നല്ല രസമായി. മോനെ താങ്ക് യു. മരിയാമോളും ഞാനും കൂടെ ഇങ്ങനെ കുറേ നാളായിട്ട് ഇങ്ങനെ ആലോചിക്കുന്നതാ. എന്നെ നാണം കെടുക്കുക എന്നാണല്ലോ നിന്റെ ഉദ്ദേശം. ഇയാളുടെ സൗന്ദര്യത്തിന്റെ രഹസ്യം കണ്ടുപിടിച്ച സ്ഥിതിക്ക് നമുക്ക് ഇന്ന് വൈകിട്ട് ലൈവില് കാണാം. ടാറ്റാ ബൈ ബൈ. ഇയാളുടെ ചെറിയ ചെറിയ ഗോഷ്ടിയും ജന്മനാള സൗന്ദര്യം എന്ന് പറയുന്നതും ഇന്ന് എല്ലാരെയും ഞാൻ തെളിയിച്ചു. ഞാൻ വലുതാകുമ്പോ ഒരു ഡിറ്റക്റ്റീവ് ആവും. കണ്ടുപിടിച്ചു മരിയാമോള്. പക്ഷെ ഞാനും അത് തേച്ചു, അത് വേറെ കാര്യം. ഇപ്പൊ മരിയാം മുല്ലപ്പൂമ്പടി ഏറ്റി കിടക്കും കല്ലിന് മിട്ടുന്ന സൗന്ദര്യം. മരിയാമോള് കഴിച്ചില്ലേ? നോക്കിക്കേ, ഞങ്ങൾ രണ്ടും ഒരുപോലെ ആയില്ലേ? ചെല്ലാൻ പറ്റത്തില്ല.